നമസ്കാരം. കോട്ടയത്ത് രണ്ട് മക്കൾക്കൊപ്പം ജീവിതം അവസാനിപ്പിച്ച അഡ്വക്കേറ്റ് ജിസ്മോളുടെ കല്യാണ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് ജിസ്മോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഒരു അഡ്വക്കേറ്റ് ആണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. എല്ലാവരുടെയും കാര്യത്തിൽ ജിസ്മോൾ ധൈര്യം കാണിച്ചിരുന്നു, എല്ലാവർക്കും ധൈര്യം പകർന്നു കൊടുത്തിരുന്നു. അത്യാവശ്യം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീ. പക്ഷേ സ്വന്തം ജീവിതത്തിൽ മാത്രം ആ ധൈര്യവും തൻ്റെ ഇടവും കാണിക്കാൻ ജിസ്മോൾ മറന്നുപോയി. ജിസ്മോൾ ഈ ഒരു വിധി തെരഞ്ഞെടുത്തതിൽ ജിസ്മോളെ മാത്രമേ ഞാൻ കുറ്റപ്പെടുത്തത്തുള്ളൂ. കാരണം അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു ജോലി ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എന്തിനിത് ചെയ്തു? അങ്ങനെ ചെയ്തതുകൊണ്ട് ആർക്ക് പോയി? ജിസ്മോൾക്ക് പോയി. അല്ലാതെ ജിസ്മോളുടെ ഭർത്താവിനോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ഒന്നും നഷ്ടപ്പെട്ടില്ല. ജിസ്മോളുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ഒന്നും നഷ്ടപ്പെട്ടില്ല. എല്ലാ ആൾക്കാരും കുറച്ചു നാള് കരയും. ഈ കല്യാണ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇഷ്ടം പോലെ കാശ് മുടക്കിയിട്ടായിരിക്കും ആ ഒരു കല്യാണം നടത്തിയത്. അതോടൊപ്പം തന്നെ സ്വർണവും പണവും ഒക്കെ ഒരുപാട് സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൊടുത്ത സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാണ് പ്രശ്നം. അതുമാത്രമല്ല, ജിസ്മോളുടെ നിറം കുറഞ്ഞു പോയി, സൗന്ദര്യം കുറഞ്ഞു പോയി, അങ്ങനെ എല്ലാ രീതിയിലും മൊത്തത്തിൽ പ്രശ്നമാണ്. സ്ത്രീധനം എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. കാവ്യാത്മകമായിട്ട് സാഹിത്യകാരന്മാരൊക്കെ പറയും സ്ത്രീയാണ് ഏറ്റവും വലിയ ധനമെന്ന്. പക്ഷേ മിക്ക പുരുഷന്മാരും അവരുടെ വീട്ടുകാരും സ്ത്രീയെ ധനം ഉണ്ടാക്കാനുള്ള ഒരു മുതൽ മാത്രമായിട്ടാണ് കാണുന്നത്. അതാണ് യാഥാർത്ഥ്യം. കെട്ടിക്കേറി വരുന്ന പെണ്ണിന്റെ മനസ്സറിയുന്നതിനേക്കാട്ടിൽ മുമ്പ് അവളുടെ കയ്യിൽ എത്രയുണ്ട്, കയ്യിൽ എത്ര സ്വർണമുണ്ട്, കയ്യിൽ എത്ര പണമുണ്ട് എന്നായിരിക്കും ആ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും അന്വേഷിക്കുന്നത്. കല്യാണത്തിന് മുമ്പ് പറയും, ഓ എന്തെങ്കിലും തന്നാ മതി, നിങ്ങൾക്ക് ഉള്ളതൊക്കെ മകൾക്കാണല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി, ഞങ്ങൾക്ക് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയും. കാരണം ഇപ്പൊ സ്ത്രീധനം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് തെറ്റാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഓ ഞങ്ങൾ നല്ല മാന്യന്മാരാണ്, ഞങ്ങൾ സ്ത്രീധനം ഒന്നും വാങ്ങിക്കുന്നവരല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. എന്നിട്ട് ഈ പെണ്ണ് കയറി ചെല്ലുന്ന പിറ്റേ ദിവസം, വേണ്ട അന്നത്തെ ദിവസം തന്നെ പെണ്ണിനോട് ചോദിക്കും, എത്ര ഉണ്ട് മോളെ സ്വർണം? ഭയങ്കര സ്നേഹത്തോടായിരിക്കും ചോദിക്കുന്നേ, ജസ്റ്റ് കാര്യം അന്വേഷിക്കുന്ന രീതിയിൽ. എത്ര ഉണ്ട് മോളെ സ്വർണം? അതെന്നുണ്ടെങ്കിൽ എത്ര രൂപ ബാങ്കിലുണ്ട് മോളെ? എന്നിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യം ആ പെണ്ണിനുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീരുന്നിടം വരെ ആ പെണ്ണിനോട് സ്നേഹം കാണിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ കടന്തല് കുത്തി വീർപ്പിച്ച മുഖമായിരിക്കും ആ പെണ്ണ് കാണേണ്ടി വരുന്നത്. ഇവിടെ ജിസ്മോളുടെ അമ്മായിയമ്മ ഒരു ടീച്ചറാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ടീച്ചറാണ്, അധ്യാപികയായിരുന്നു. എന്നിട്ടാണ് അവര് തൻ്റെ മരുമോളോട് ഈ ദ്രോഹമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. സ്ത്രീയാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയും. ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നതെന്ന് പറയും. സത്യമാണ്, അതാണ് യാഥാർത്ഥ്യം. ഈ അമ്മായിയമ്മ ഒരു സ്ത്രീ ആയിരുന്നല്ലോ. ഒരു സ്ത്രീ ആദ്യം കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് കയറി ചെന്നിട്ടാണല്ലോ ഇവര് ഒരു അമ്മയായത്. അപ്പൊ ഇവർക്കും ഒരു സ്ത്രീയുടെ ഫീലിങ്സ് അറിയാം. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ അമ്മായിയമ്മയും നാത്തൂനും എല്ലാവരും കൂടി ജിസ്മോളെ മാനസികമായിട്ട് തളർത്തിയിരുന്നത്. അതിന് കൂട്ടുനിന്നത് ഭർത്താവും. കഴിഞ്ഞ ദിവസം അവരുടെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ടി വിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, വാർത്തയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ കാണാം. ഒരുപാട് പേര് വന്ന് കരയുന്നത് കണ്ടു. ഈ കരയുന്നവരൊക്കെ 1-2 ദിവസം കരയും, അതിനുശേഷം അവരവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഭർത്താവ് കമന്നും ഇരുന്നും ഒക്കെ കടന്ന് കരയുന്നത് കണ്ടു. അയാൾ എന്തിന് കടന്ന് കരയുവാണ്? എന്തിന് കടന്ന് പൂങ്കണ്ണീരൊഴുക്കുവാണ്? എന്താവശ്യത്തിന്? എന്തിനാ മോളെ നീ ഇത് ചെയ്തേ എന്ന് അവൻ ചോദിക്കുന്നത് കേട്ടു. പിന്നെ എന്താ ചെയ്യാനാണ്? ജീവിച്ചിരുന്ന സമയത്ത്, ആ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാത്തൊരു ഭർത്താവ് ഈ സമയത്ത് വന്ന് കടന്ന് കരഞ്ഞിട്ട് അയാളുടെ കണ്ണീരിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ? ഒരു വാല്യൂ ഇല്ല. പിന്നെ അച്ഛൻ ഏതറ്റം വരെയും പോകും, മകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ അച്ഛൻ ഒരുപാട് തവണ വീട്ടിൽ പോയി കോംപ്രമൈസ് നടത്തിയിട്ടുണ്ടെന്ന്. എന്ത് കാര്യത്തിന്? സ്വന്തം മരുമോന്റെ സ്വഭാവം ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാ അച്ഛൻ മകളെ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തിയില്ല? അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. അവർക്കൊരു സ്ട്രെങ്ത് കൊടുത്താൽ മതിയായിരുന്നു, മനസ്സിനൊരു ധൈര്യം കൊടുത്താൽ മതിയായിരുന്നു, നീ ഇങ്ങി പോരും മോളെ എന്ന്. പക്ഷെ അച്ഛൻ പലതവണ കോംപ്രമൈസിന് പോകുമ്പോൾ മകൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? അച്ഛന് വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങനല്ലേ കരുതത്തുള്ളൂ. നാട്ടുകാരെന്തു പറയും, വീട്ടുകാരെന്തു പറയും, ബന്ധുക്കൾ എന്തു പറയും? കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോയ പെണ്ണ് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ വീട്ടുകാരെന്തു പറയും, നാട്ടുകാരെന്തു പറയും, ബന്ധുക്കൾ എന്തു പറയും? എല്ലാവരുടെയും മുമ്പിൽ നാണം കെടേണ്ടി വരും. എന്ത് നാണം കെടൽ? ജീവിതത്തെക്കാട്ട് വലിയ എന്ത് ഇതാണുള്ളത്?
ഒരാളുടെ ജീവിതം അയാളുടെ മാത്രം അവകാശമാണ്. അയാൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. മറ്റുള്ളവർ എന്ത് പറഞ്ഞോട്ടെ. അതിപ്പോൾ നമ്മൾ എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവർ പറയാനുള്ളവർ പറയും. നാട്ടുകാരെ വായടപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മകൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോംപ്രമൈസിന് പോവുകയല്ല ചെയ്യേണ്ടത്. ഒരാങ്ങളെ ഉണ്ടല്ലോ, അയാളെ പിടിച്ച് നിർത്തി 2 താക്കീത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പിന്നെ പരിപാടി കാണിക്കുവോ? കാണിക്കത്തില്ല. സ്വന്തം മേല് നോവും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ പിന്നെ പരിപാടി കാണിക്കത്തില്ല. തന്റെ പെങ്ങളുടെ നേരെ അയാൾ കൈ ഉയർത്തി എന്ന് അറിഞ്ഞ ആ നിമിഷം തന്നെ അവൻ പോകണമായിരുന്നു. അവൻ UK-യിലാണ് ജോലി എന്നുണ്ടെങ്കിൽ വിളിച്ചു പറയണമായിരുന്നു. അതെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറയണമായിരുന്നു. ഇതൊന്നും ആരും മുതിരത്തില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് പെങ്ങള് പോയി കഴിയുമ്പോൾ അയ്യോ എൻ്റെ പെങ്ങള് പോയേ, എൻ്റെ പെങ്ങള് പോകാൻ കാരണം ഭർത്താവാണേ, ഭർത്താവിന്റെ വീട്ടുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പൂങ്കണ്ണീർ ഒലിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പെങ്ങള് ജീവനോടിരുന്നപ്പോൾ വേണമായിരുന്നു പെങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. അന്നേരം വേണമായിരുന്നു ഈ വാക്കുകളൊക്കെ പറയാൻ. അന്നേരം വാക്കുകളൊന്നും പറയത്തില്ല. മോളെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ജീവിതം, അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതം. ഇപ്പം മോളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ, പക്ഷെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചില്ലേ. അപ്പോൾ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നേരിടേണ്ടി വരും. ജിസ്മോളുടെ കാര്യം തന്നെ, ജിസ്മോൾക്ക് ഒരുപാട് ക്ലയൻസുകൾ ഉണ്ടായിരുന്നു, വക്കീലാണല്ലോ. അവരുടെയൊക്കെ കാര്യത്തിൽ വളരെ ധൈര്യത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു വക്കീലായിരുന്നു ജിസ്മോൾ. എല്ലാ രീതിയിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്മാർട്ടായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വക്കീൽ. ആ സ്മാർട്ട്നെസ് എന്തുകൊണ്ട് ജിസ്മോൾ തൻ്റെ ജീവിതത്തിൽ എടുത്തില്ല? മിക്ക സ്ത്രീകളുടെ അവസ്ഥയാണ്. കാരണം സ്ത്രീകളെ വളർത്തിക്കൊണ്ടുവരുന്നത് ആ ഒരു രീതിയിലാണ്. എല്ലാം സഹിക്കണം, എല്ലാം ക്ഷമിക്കണം. വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ശ്രമിക്കണം, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നിനക്കൊരു ജീവിതമില്ല, നിന്റെ ഇഷ്ടങ്ങളില്ല, നിനക്ക് സ്വന്തമായിട്ട് ഒരു കാര്യമില്ല, എല്ലാം അവരുടെ ഇഷ്ടങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ പറഞ്ഞ് 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 വളർത്തി അവർക്ക് സ്വന്തമായിട്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാകത്തില്ല. പലപ്പോഴും പിടിച്ചു നിൽക്കും. അയ്യോ ഭർത്താവല്ലേ, ഭർത്താവിന് തന്നോട് സ്നേഹമില്ലെങ്കിലും ഭർത്താവിനോട് ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര ആത്മാർത്ഥതയായിരിക്കും, ഭയങ്കര കടപ്പാടായിരിക്കും. എന്ത് കാര്യത്തിന് ഇങ്ങോട്ട് സ്നേഹമില്ലാത്തവനോട് തിരിച്ച് എന്തിന് സ്നേഹം കാണിക്കണം? ഇങ്ങോട്ട് ആത്മാർത്ഥതയോ കടപ്പാടോ ഒന്നും ഇല്ലാത്തവനോട് തിരിച്ച് എന്തിനതൊക്കെ കാണിക്കണം? ഇങ്ങോട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കാണിച്ചാൽ പോരെ. പക്ഷെ പല പെണ്ണുങ്ങളും അങ്ങനെയല്ല, മിക്ക സ്ത്രീകളും അങ്ങനെയല്ല. അതാ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. സ്ത്രീകളുടെ അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ കാരണം അതാണ്. ഇങ്ങോട്ടൊന്നും കാണിച്ചില്ലെങ്കിലും അർഹതയില്ലാത്തവർക്ക് തിരിച്ച് സ്നേഹം കൊടുക്കും. അവസാനം എന്തായി? നമ്മൾ പെരുവഴിയിലാവും, നമ്മുടെ അവസ്ഥ ഇതുപോലെയാകും. ഷൈനിയുടെ കാര്യം കണ്ടില്ലേ? ഷൈനിയുടെ കാര്യത്തിൽ അതേപോലെ തന്നെയാണ് ജിസ്മോളുടെ കാര്യത്തിൽ നടക്കുന്നത്. ഷൈനിയുടെ ഭർത്താവ് വന്നിരുന്ന് പൂങ്കണ്ണീർ ഒലിപ്പിച്ച പോലെ ജിസ്മോളുടെ ഭർത്താവും വന്നിരുന്ന് പൂങ്കണ്ണീർ ഒലിപ്പിച്ചിരുന്നു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതുമായിട്ടൊക്കെ അയാൾ അങ്ങ് പൊരുത്തപ്പെടും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അയാൾ വേറെ കല്യാണം കഴിക്കാനും തയ്യാറാവും. ഷുവറല്ലേ, കല്യാണം കഴിക്കും, ഉറപ്പാ. ആ പെണ്ണിന്റെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കാം. ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അയാൾ അത് പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വീട്ടിലിരിക്കുന്ന മുതലുകൾ അങ്ങനത്തെ ആണല്ലോ, അമ്മയും നാത്തൂനും. ഈ നാത്തൂനൊന്ന് ആലോചിക്കണം, അവരും ഒരു സ്ത്രീയാണ്, അവർക്ക് വിവാഹ ജീവിതമുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് വേറൊരാളിങ്ങനെ കടന്നു കയറി ഈ രീതിയിൽ അവരോട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തുമായിരിക്കും? അതെന്തുകൊണ്ടാണ് ഈ മറ്റ് സ്ത്രീകൾ മനസ്സിലാക്കാത്തത്? മിക്കപ്പോഴും മകനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അമ്മയാണ്. ഒരു ഭാര്യയോട് എങ്ങനെ ഇടപെടണം അല്ലെങ്കിൽ അവളോട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആരാണ്? അമ്മയാണ്. പക്ഷെ അമ്മമാരത് ചെയ്യത്തില്ല. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മകൻ പോയാലും കുഴപ്പമില്ല, മരുമോള് കണ്ണീര് കുടിക്കണമെന്ന് വിചാരിക്കുന്നവരാണ് അമ്മായിയമ്മമാരെന്ന്. അതേപോലെ പെരുമാറുന്നവരാണ് മിക്ക അമ്മായിമാരും കേരളത്തിലെ. ഇപ്പൊ കുറച്ചെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒന്നുമില്ല, മാറാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ തന്നെ ഇതേ പാറ്റേൺ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. എത്ര ഷൈനിമാരുണ്ടായാലും എത്ര ജിസ്മോളുമാരുണ്ടായാലും ഇത് തന്നെ നടക്കും.